0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 33-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മിഡ് ക്യാപ് ഫണ്ടുകളെ മനസ്സിലാക്കാം. മിഡ് ക്യാപ് ഫണ്ട് എന്നത് പ്രധാനമായും ഇടത്തരം കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഇവ 101-നും 250-നും ഇടയിൽ റാങ്ക് ചെയ്യപ്പെടുന്നു. നമുക്കറിയാവുന്ന പല മികച്ച കമ്പനീസും മിഡ് ക്യാപ് കാറ്റഗറിയിൽ പെടുന്നവയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം എങ്ങനെയാണ് ഒരു കമ്പനിയെ റാങ്ക് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളേക്കാൾ കുറഞ്ഞ റിസ്ക്കും കുറഞ്ഞ വൊളാറ്റിലിറ്റിയും ഉള്ള, എന്നാൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളേക്കാൾ ഉയർന്ന വളർച്ചയ്ക്കുള്ള സാധ്യത ഉള്ളതുമായ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. ലാർജ് ക്യാപ് ഫണ്ടുകളേക്കാൾ ഉയർന്ന വളർച്ചാ സാധ്യതയ്ക്കായി മിതമായ റിസ്ക് സ്വീകരിക്കാൻ തയ്യാറുള്ള ദീർഘകാല നിക്ഷേപകർക്ക് ഇവ പൊതുവെ അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ നിക്ഷേപം 10 വർഷം മുതൽ മുകളിലേക്കാണെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ആദ്യം കഴിഞ്ഞ 8 വർഷത്തെ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺസ് പരിശോധിക്കാം. മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ കമ്പാരിസന് വേണ്ടി വീണ്ടും ഞാൻ അഡ്വൈസർ കോച്ച് എന്ന സൈറ്റിൽ തന്നെ എത്തിയിരിക്കുന്നുണ്ട്. ഇതൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നുമല്ല, ഞാനതാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നും വിചാരിക്കണ്ട. നമുക്ക് ആദ്യം ഈ ഫ്ലെക്സി ക്യാപ്പിനെ മാറ്റിയിട്ട് മിഡ് ക്യാപ്പ് കൊടുത്തു. റെഗുലർ മാറ്റി ഡയറക്റ്റ് ആക്കുക. 1 ഇയർ എന്നുള്ള നമുക്ക് 8 വർഷത്തേക്ക് കൊടുക്കാം, കാരണം 8 വർഷമാണ് മാക്സിമം ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 8 വർഷത്തെ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ മിഡ് ക്യാപ് 150 TRI എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിൻ്റെ 101 മുതൽ 250 വരെയുള്ള ഷെയർസ്, അതാണ് 150 TRI. അതിൻ്റെ TRI 17.38 ആണ് അതിൻ്റെ റിട്ടേൺസായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൽ എത്ര മ്യൂച്വൽ ഫണ്ടുകൾ 17.38 കൂടുതൽ നമുക്ക് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്, 8 വർഷത്തിൻ്റെ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് പേജിൽ പോകുമ്പോഴത്തേക്ക് 18 അവിടെ തീർന്നു. 11 മ്യൂച്വൽ ഫണ്ട്, 32 മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ളതിൽ 11 മ്യൂച്വൽ ഫണ്ട് 8 വർഷത്തെ റിട്ടേൺസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻഡെക്സിനെ കാട്ടി, അതായത് ഇവരുടെ ബെഞ്ച് മാർക്കിനെ കാട്ടി കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത് വെറും 11 ഫണ്ടുകൾ മാത്രമുള്ളൂ. ഇനി നമുക്ക് ഒരു 5 ഇയേഴ്സ് നോക്കാം. 26.59 പക്ഷെ ശരിയല്ല. ഒന്നുകൂടെ നമുക്ക് തിരിച്ചു വരാം. 5 ഇയേഴ്സിൻ്റെ നമ്മൾ റിട്ടേൺ നോക്കുമ്പോഴത്തേക്ക് 28.59 ആണ് നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്ക് 5 ഇയേഴ്സിൽ തരുന്ന റിട്ടേൺ. വീണ്ടും അത് 11 മ്യൂച്വൽ ഫണ്ടുകളാണ്. നമുക്ക് 32 11 മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ് ബെഞ്ച് മാർക്ക് റിട്ടേണായ 28.59 കൂടുതൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് 3 വർഷത്തെയും കൂടെ നോക്കാം. 3 ഇയേഴ്സ്. അതിന് വീണ്ടും നമുക്ക് പഴയതുപോലെ ഫസ്റ്റ് പേജിൽ പോയതിന് ശേഷമേ വരാൻ പറ്റുള്ളൂ. 3 വർഷത്തെ നോക്കുമ്പോൾ നമുക്കത് ആദ്യം ഡിസെൻഡിങ് ഓർഡറിലാക്കാം. അതിനുശേഷം അതിൻ്റെ 24.31 ആണ് എൻ്റെ നമ്മുടെ ബെഞ്ച് മാർക്ക് തരുന്ന റിട്ടേൺസ്. അപ്പോൾ അതിൽ കൂടുതൽ ഉള്ളത് ഇവിടെയും 11 തന്നെയാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, 11 മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ് നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് 150 TRI എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്കിൻ്റെ 3 വർഷത്തേലും 5 വർഷത്തേലും 8 വർഷത്തേലും റിട്ടേൺസ് തന്നിരിക്കുന്നത്, ബെഞ്ച് മാർക്ക് തന്നിരിക്കുന്ന റിട്ടേൺസിനെ കാട്ടി കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ളത് 11 മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലേക്ക് നേരെ പോകും. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇൻഡെക്സ് ഫണ്ടുകളിൽ ഫണ്ട് മാനേജർ പാസീവ് മാനേജ്മെൻറ്റ് പിന്തുടരുന്നു. അവർ വ്യക്തിഗത സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നില്ല, മറിച്ച് ആ പ്രത്യേക ഇൻഡെക്സിനെ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആയതിനാൽ ഇൻഡെക്സ് ഫണ്ടിൽ മാനേജീരിയൽ റിസ്ക് ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് മിഡ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫണ്ട് സെലക്ട് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
പക്ഷെ എല്ലാ ക്വാർട്ടറിലും ബെഞ്ച് മാർക്കുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തണം. സ്ഥിരമായി നിങ്ങളുടെ ഫണ്ട് ബെഞ്ച് മാർക്കിലും കുറവാണ് റിട്ടേൺസ് തരുന്നതെങ്കിൽ ആ ഫണ്ടിനെ ഒഴിവാക്കുക. ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 33-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 32 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 21 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ തന്നെ 20 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 20 5000 രൂപ. ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. അതോടൊപ്പം 11 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 11 ദിവസത്തെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 11 2750 രൂപ. ആകെ 8000 രൂപ നിക്ഷേപിച്ചതിൽ 7750 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ്. ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രൂപ 250 എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 33-ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു. 34-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.